بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. സ്വർഗത്തിലെ വസ്ത്രങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വകാല റജുലിൻ, ഒരു മനുഷ്യൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഖ്ബിർന, അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരണമാൻ സിയാബി അഹ്ലിൽ ജന്ന, സ്വർഗവാസികളുടെ വസ്ത്രങ്ങളെ കുറിച്ച് പറഞ്ഞു തരണം. ഖൽഖുൻ തഖല്ലക അം നസ്ജുൻ തനസ്സജ, തനിയെ ഇങ്ങനെ ഉണ്ടായി വരുന്ന ഒരു സൃഷ്ടിയാണോ, തനിയെ ഇത് ഇങ്ങനെ നെയ്തു വരുന്നതാണോ, അതെല്ലാം നമ്മൾ ചെയ്യണോ? അതാണ് ചോദ്യം. സക്കത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശബ്ദരായി. വലഹക ബഅദുൽ ഖൗമി, ഖൗമിൽപ്പെട്ട ചിലരൊക്കെ ചിരിച്ചു. ഉള്ളിൽ ചോദ്യം ബാലിശമായി പോയി, അതുകൊണ്ടാണ് നബിതങ്ങൾ മറുപടി പറയാത്തതെന്ന് വിചാരിച്ചു. അപ്പൊ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെ മിമ്മ തദ്ഹഖൂൻ, നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? മിൻ ജാഹിലിൻ സഅല ആലിമൻ, ഒരു വിവരമില്ലാത്തയാള് വിവരമുള്ളയാളോട് ചോദിച്ചതിന്റെ പേരിലാണോ നിങ്ങൾ ചിരിക്കുന്നത്? സുമ്മക്കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ബൽ യുൻഷഖു അൻഹാ സമറുൽ ജന്നത്തി മറത്തൈൻ, യുൻഷഖു അൻഹ, ആ സ്വർഗത്തിൽ നിന്നും പൊട്ടി വരും, സമറുൽ ജന്നത്ത്, സ്വർഗത്തിലെ പഴം, മറത്തിൻ, 2 പ്രാവശ്യം, വീണ്ടും വീണ്ടും പൊട്ടി വരും. എനിക്ക് മനസ്സിലായതാ ഞാൻ ഈ പറയുന്നത്. ബൽ യുൻഷഖു അൻഹ, ആ സ്വർഗത്തിനെ തൊട്ട് പൊട്ടി വരും, സ്വർഗത്തിലെ മണ്ണിൽ നിന്നും പൊട്ടി വരും സ്വർഗത്തിലെ പഴങ്ങൾ. വകാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന അവ്വല സുംറത്തിൻ തലിജുൽ ജന്നത, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആദ്യ സംഘം, സൂറത്തുഹും, അവരുടെ രൂപം, അലാ സൂറത്തുൽ ഖമരി ലൈലത്തുൽ ബദരി, പൗർണമ രാവിലെ ചന്ദ്രന്റെ രൂപം പോലെയാണ്. ലാ യബ്സുഖൂന ഫിയ, സ്വർഗത്തിൽ അവർ തുപ്പുകയില്ല. വലാ യംതഖിതൂന, മൂക്ക് ചീറ്റുന്ന പരിപാടിയില്ല. വലാ യതഗവ്വതൂന, അവർ കാഷ്ടിക്കുകയില്ല. ആനിയത്തുഹും, അവരുടെ പാത്രങ്ങൾ, അവിടുത്തെ പാത്രവും, അംശാത്തും, അവരുടെ ചീർപ്പ്, തല ചീകുന്ന ചീർപ്പുകളും, മിനൽ ദഹബി വൽ ഫിദത്തി, സ്വർണത്തിനാലും വെള്ളിയാലും ഉള്ളതായി. വറഷ്ഹും, അവരുടെ വിയർപ്പ്, അൽ മിസ്കു, കസ്തൂരിയായിരിക്കും. ലിക്കുല്ലി വാഹിദി മിന്നും, അവരിൽപ്പെട്ട ഓരോരുത്തർക്കും സൗജത്താൻ, 2 ഇണകൾ ഉണ്ടാകും. യുറ, അതിന് 2 ഇണകൾ, ഒരുപാട് ഇണകളുണ്ട് നേരത്തെ പറഞ്ഞല്ലോ. ഇവിടെ ഒരു പ്രത്യേകമായ 2 ഇണകളെ കുറിച്ചാണ് പറയുന്നത്. യുറാ മുഖു സാഖിഹ, അതിൻ്റെ ആ ഇണയുടെ സാക്കിന്റെ മുഖ്, സാക്ക് എന്ന് പറഞ്ഞാൽ തണ്ടങ്കാല്, തണ്ടങ്കാലിലെ ഉള്ളിലെ കഴമ്പ്, വറാഇൽ ലഹ്മി, മാംസത്തിന്റെ വെളിയിൽ നിന്നും ആ കഴമ്പിനെ കാണപ്പെടും. മിനൽ ഹുസ്നി, ഭംഗിയുടെ പേരിൽ. അത്രയും തെളിഞ്ഞ മാംസവും മുഖവും ഒക്കെ ആയിരിക്കും, ഉൾഭാഗം കാണാൻ കഴിയും. ആ രൂപത്തിലുള്ള 2 സൗജത്ത്. ഇഖ്തിലാഫ ബൈനവും, അവരുടെ ഇഖ്തിലാഫില്ല, അഭിപ്രായ ഭിന്നതയില്ല. വലാ തബാഗുല, പരസ്പരം കോപിക്കലില്ല. ഖുലൂബുഹും അലാ ഖൽബി വാഹിദിൻ, ഒരാളുടെ കൽബ് പോലെയായിരിക്കും. അവരുടെ എല്ലാം കൽബുകൾ ഒരാളുടെ കൽബിന്മേലായിരിക്കും. ആർക്കും ഒരു ഭിന്നതയുമില്ല. യുസബ്ബിഹൂന അല്ലാഹ ബുക്റതൻ വഅശിയ്യ, പ്രഭാതത്തിലും പ്രദോഷത്തിലും അവർ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കും സ്വർഗവാസികൾ. ഫീ റിവായത്തിൻ, വേറെ റിവായത്തിലുണ്ട്, അലാ കുല്ലി സൗജത്തിൻ, ഓരോ ഇണയ്ക്കുമുണ്ട്, സബ്ഊന ഹുല്ല, 70 ജോഡി വസ്ത്രമുണ്ട് ഓരോ ഇണയ്ക്കും. അങ്ങനെയും ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട്. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഫീ ഖൗലിഹി തആല, അള്ളാഹുവിന്റെ ഈ വാക്കിനെ കുറിച്ച്, യുഹല്ലൗന ഫിഹാ മിൻ അസാവിറ മിൻ ദഹബിൻ, അവർക്ക് സ്വർഗത്തിൽ ആഭരണം അണിയിക്കപ്പെടും, സ്വർണത്തിന്റെ വളകൾ അണിയിക്കപ്പെടും. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാല, ഇന്ന, അവിടുന്ന് അരളി, ഇന്ന അലൈഹിം, സ്വർഗവാസികളുടെ മേൽ ഉണ്ടാകുന്ന തീജാന, കിരീടങ്ങൾ,
വൈന്ന അതിന ലുഅലുഅത്തിൻ ഫിഹ, ആ കിരീടത്തിലുള്ള ഏറ്റവും താഴ്ന്ന ഒരു മുത്ത് തുലി ഉമാ ബൈനൽ മശ്രിഖ് വൽ മഗ്രിബി, പടിഞ്ഞാറ് കിഴക്ക് പ്രദേശങ്ങളെ മൊത്തം, പാശ്ചാത്യ പൗരസ്ത്യ ദേശങ്ങളെ മൊത്തം പ്രകാശിപ്പിക്കും. അത്രയും പ്രകാശമുള്ളതായിരിക്കും. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ഖൈമത്തു, അവിടുത്തെ കൂടാരം, ദുർറത്തുൻ മുജവ്വഫത്തുൻ, ഉള്ളുപൊള്ളയായ ഒരു സൈസ് മുത്തായിരിക്കും. പൂരുവാന്റെ ഫിസ്സമ, ആകാശഭാഗത്തേക്കുള്ള അതിന്റെ നീളം, അതായത് ഉയരം, സിത്തൂന മീലൻ, 60 മൈൽ ഉയരമുണ്ടാവും. ഫീക്കുല്ലി സാവിയത്തി മിന്ന, അതിന്റെ ഓരോ മൂലയിലും ഉണ്ടാവും. ഇതിൽ മുഅ്മിനി, സത്യവിശ്വാസിക്ക്, അഹ്ലുൻ, ഓരോ ഭാര്യ ഉണ്ടാവും. ലാ യറാഹും അൽ ആഖറൂന, ഓരോ കുടുംബം ഉണ്ടാവും. അവരെ മറ്റവർ കാണുകയില്ല. ഒരു മൂലയിലുള്ളവരെ മറ്റേ മൂലയിലുള്ളവർ കാണുകയില്ല. അത്രയും വിശാലമായിരിക്കും ആ ഭാഗമെന്നർത്ഥം. റവാഹുൽ ബുഖാരി ഫി സഹീഹ്. വഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അൽ ഖൈമത്തു ദുർറത്തുൻ മുജവ്വഫത്തുൻ, ഉള്ളുവെള്ളയാക്കപ്പെട്ട മുത്തായിരിക്കും അവിടുത്തെ കൂടാരം. ഫർസഖും ഫി ഫർസഖിൻ, ഒരു ഫർസഖ് നീളം, ഒരു ഫർസഖ് വീതിയും ഉള്ളതായിരിക്കും. വിശാലമായിരിക്കും എന്നർത്ഥം. ലഹ അർബഅത്തു ആലാഫി മിസ്റാഇൻ മിൻ ദഹബിൻ, സ്വർണത്തിനാലുള്ള 4000 വാതിൽപ്പാളികൾ ഉണ്ടാകും ആ സ്വർഗത്തിൽ, ആ പറഞ്ഞ ആ കൂടാരത്തിൽ. വഖാല അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഖൗലിഹി തആല വഫുർശിൻ മർഫൂഅ, അറബികൾക്ക് അവർക്ക് മനസ്സിലാവുന്ന രൂപത്തിലാണ് സ്വർഗത്തിനെ അവിടുന്ന് വിശദീകരിച്ചത്. നേരത്തെ പറഞ്ഞല്ലോ, മാലാ റഅയിൻ ഐനുൻ റഅത് വലാ ഉദുനു സമയത്ത് പറഞ്ഞല്ലോ, സ്വർഗത്തിൽ കണ്ണ് കാണാത്തതും ഒരു ചെവിയും കേൾക്കാത്തതുമായ അനുഗ്രഹങ്ങൾ ഉണ്ടെന്ന്. എന്ത് പറഞ്ഞാലും അധികപ്പറ്റാവൂല സ്വർഗത്തിനെ സംബന്ധിച്ച്. അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അള്ളാഹു റസൂൽ വിശദീകരിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫുർശിൻ മർഫൂഅ എന്ന വാക്കിന്റെ വിശദീകരണത്തിൽ, ആ പരിശുദ്ധ ആയത്തിന്റെ വിശദീകരണത്തിൽ, ഉയർത്തപ്പെട്ട വിരിപ്പുകൾ, അവിടെ നിറളി മാ ബൈനൽ ഫിറാശൈനി കമാ ബൈനസ് സമാഇ വൽ അർദി, ഓരോ 2 വിരിപ്പിന്റെ ഇടയിൽ ആകാശഭൂമികളുടെ വിശാലത ഉണ്ടാകും. വിശാലമായ സ്ഥലമുണ്ടാകും, അതിൻ്റെ ഇടയ്ക്കായിരിക്കും വിരിപ്പുണ്ടാവുക. നമുക്കൊന്നും മനസ്സിലാവില്ല, നമ്മുടെ ദിഹിനിന്റെ അപ്പുറത്താണ്. സിഫത്തു തആമി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ സ്വർഗവാസികളുടെ ഭക്ഷണം. ബയാനു തആമി അഹ്ലിൽ ജന്നത്തി, സ്വർഗവാസികളുടെ ഭക്ഷണത്തിന്റെ വിശദീകരണം. മദ്കൂറും ഫിൽ ഖുർആൻ, ഖുർആനിൽ അത് പറയപ്പെട്ടിട്ടുണ്ട്. മിനൽ ഫവാക്കിഹി, പഴവർഗ്ഗങ്ങൾ, വത്തുയൂരി സുമാനി, കാടപ്പക്ഷി എന്നതിൻ്റെ അർത്ഥം കാടപ്പക്ഷികൾ, വൽ മന്നി, മഞ്ഞ് എന്ന് പറയുന്ന കട്ടിത്തേൻ, സൽവ, അതും ഒരു സൈസ് പക്ഷിയാണ്, തിത്തിര പക്ഷി എന്ന് പറയും, വൽ അസൽ, തേൻ, വൽ ലബനി, പാൽ, വാസ്നാഫിൻ കസീറ, ധാരാളം ഇനങ്ങൾ, ലാ തുഹ്സ, എണ്ണിയാൽ ഒടുങ്ങാത്ത ധാരാളം ഇനങ്ങൾ. അല്ലാഹു തആല കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിർ റിസ്ഖൻ ഖാലൂ ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബ്ലു വഉതൂ ബിഹി മുതശാബിഹാ. കുല്ലമാ റുസിഖൂ, അവർക്ക് നൽകപ്പെടുമ്പോഴെല്ലാം, മിൻ, സ്വർഗത്തിൽ നിന്നും, മിൻ സമറത്തിൻ, പഴം, പഴത്തിനാൽ, റിസ്ഖൻ, റിസ്ഖിനെ നൽകപ്പെടുമ്പോഴെല്ലാം, ഖാലു, അവർ പറയും, ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബ്ലു, ഇത് തൊട്ടു മുമ്പ് നമുക്ക് നൽകപ്പെട്ടതുപോലുണ്ടല്ലോ. കളർ കണ്ട അങ്ങനെ ഉണ്ടാവും, രുചി വേറെയായിരിക്കും. എന്നിട്ട് അവിടെ പടച്ചമ്പരാൻ പറയാൻ വ ഉതൂ ബിഹി, അവർക്ക് ആ റിസ്ഖിനെ നൽകപ്പെടും. മുതശാബിഹായിട്ട്, തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ, ഒരു പരസ്പര സദൃശമായ രൂപത്തിൽ അല്ലാഹു തആല അതിനെ നൽകും. വദക്കറല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, ശറാബ അഹ്ലിൽ ജന്നത്തി, സ്വർഗവാസികളുടെ പാനീയത്തെ കുറിച്ച്, ഫി മവാദിഅ കസീറ, ധാരാളം സ്ഥലങ്ങളിൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. വഖദ് ഖാല സൗബാനു മൗലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമയായ സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹമാണ് സിംഹത്തിനെ കൊണ്ട് വഴി കണ്ടത്. കാട്ടിൽ വെച്ച് യുദ്ധത്തിന് വേണ്ടി പോകുന്ന അവസരത്തിൽ അദ്ദേഹം വഴിതെറ്റി പോവുകയും ബാക്കിയുള്ള ആൾക്കാരെല്ലാം കടന്നു പോവുകയും ചെയ്തു. വഴി അറിയാണ്ടെങ്കിൽ വിഷമിച്ച് നിൽക്കുമ്പോൾ ഒരു സിംഹം ഇങ്ങനെ അദ്ദേഹത്തിനെതിരെ ചാടി വന്നു. അദ്ദേഹം സിംഹത്തിന്റെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, ആ സിംഹത്തിന്റെ ഓമനപ്പേര് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ മൗലയാണ് സൗബാൻ, എനിക്ക് വഴി തെറ്റിപ്പോയി, വഴി കാട്ടിത്തരണമെന്ന്. സൗബാൻ റളിയല്ലാഹുവിന്റെ മുമ്പിൽ ആ സിംഹം, ചാടി വന്ന സിംഹം വാല് മാറ്റി മുമ്പിൽ ഇങ്ങനെ നടന്ന് മണം പിടിച്ച് അങ്ങനെ കൂട്ടുകാരൻ അവിടെ എത്തിയപ്പോ ആ സിംഹം മാറി എന്ന് വാലാട്ടി. സിംഹത്തിനോട് സൗബാൻ പറഞ്ഞു പൊയ്ക്കോളാൻ പറഞ്ഞു. അതാണ് മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു. അപ്പോ ആ സൗബാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗല,
കുന്തു ഖായിമൻ അൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നിൽക്കുകയായിരുന്നു. അപ്പൊ ഫജാഅഹു, അവിടുന്ന് അടുക്കലേക്ക് വന്നു, ഹിബ്റുൻ മിൻ അഹ്ബാരിൽ യഹൂദി, ജൂത പണ്ഡിറ്റുകൾപ്പെട്ട ഒരു പണ്ഡിറ്റ് വന്നു. ഫദക്കറ അസ്ലത്തിൻ, കുറെ ചോദ്യങ്ങളൊക്കെ പുള്ളി ചോദിച്ചു. ഇലാ അൻകാല, അങ്ങനെ ഇവിടം വരെ അദ്ദേഹം പറയുന്നവരെ, ഫമൻ അവ്വലു ഇജാസത്തിൻ യഅനി അല സിറാത്തി, സിറാത്തിൽ ആദ്യമായി ഇജാസത്ത് നൽകപ്പെടുന്നത് കടന്നു പോകാൻ ആർക്കാണ്? ഫഖാല, അവിടുന്ന് അറളി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫുഖറാഉൽ മുഹാജിരീന, മുഹാജിറുകൾപ്പെട്ട ഫക്കീറന്മാർക്കാണ് ആദ്യമായി സഹാബിനെ സ്വർഗത്തിലേക്ക് പോകാൻ അനുവാദം നൽകപ്പെടുന്നത്. യഹൂദി ചോദിച്ചു, ഫമാ തുഹ്ഫത്തുഹും ഹീന യദ്ഖുലൂനൽ ജന്ന, സ്വർഗത്തിലേക്ക് കയറുമ്പോൾ ഉള്ള അവർക്കുള്ള ആദ്യത്തെ ഗിഫ്റ്റ് എന്തായിരിക്കും, സമ്മാനം, പാരിതോഷികം? കാല, അവിടുന്ന് അറളി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സിയാദത്തു കബിദിൽ ഹൂത്തി, പിന്നെ ഹൂത്ത് എന്ന മത്സ്യം, മത്സ്യത്തിന്റെ കരള്, ആ കരളിന്റെ കൂടുതൽ ഭാഗം മുറിച്ചെടുത്ത് അതായിരിക്കും ആദ്യമായി നൽകുന്നത്, മത്സ്യത്തിന്റെ കരളായിരിക്കും. അതിന്റെ വർധനവെന്നാണ് സിയാദത്തിന്റെ അർത്ഥം, അങ്ങനെ ആയിരിക്കാം, അല്ലാഹു ആലം. കാല, അയാൾ ചോദിച്ചു, ഫമാ ഖദാഉഹും അലാ അസരിഹ, അതിന്റെ പുറകെ അവർക്ക് കിട്ടുന്ന ഭക്ഷണം എങ്ങനെയായിരിക്കും? ആ ഈ പറഞ്ഞ സിയാദത്തിന്റെ പുറകെ കിട്ടുന്ന, ഇത് ആദ്യമായി കിട്ടുന്നതാണ്, പിന്നെ കിട്ടുന്ന ഭക്ഷണം, ആദ്യമായി പോകുമ്പോൾ പഴങ്ങളൊക്കെ നൽകാറില്ല, അതുപോലെ ആദ്യം നൽകുന്നതാണ് മത്സ്യത്തിന്റെ കബിദ്. അത് കഴിഞ്ഞുള്ള എന്തായിരിക്കും? അവിടെ നിറളി യുൻഹറുലഹും സൗറുൽ ജന്ന, സ്വർഗത്തിലെ ഒരു കാളെ അവർക്ക് വേണ്ടി അറുക്കപ്പെടും. അല്ലദീ കാന യഅകുലു ഫി അത്റാഫിയ, സ്വർഗത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് അതിങ്ങനെ മേഞ്ഞു നടക്കുകയായിരുന്നു. ആ കാള്, സ്വർഗത്തിലെ പുല്ലുകളൊക്കെ തിന്നുന്ന കാളയെ അറുക്കപ്പെടും. അറുക്കപ്പെടും എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനു വേണ്ടിയുള്ള ഭക്ഷണം ഒരുക്കപ്പെടും എന്നർത്ഥം. കാല ഫമാ ഷറാബുഹും അലൈഹി, അവർക്ക് ഉള്ള ആ പിന്നെ അതിന്റെ മേൽ അവർക്കുള്ള പാനീയം എന്തായിരിക്കും അവർ കുടിക്കുക? കാല, അവിടുന്ന് അറളി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മിൻ ഐനിൻ ഫീഹാ തുസമ്മാ സൽസബീല, ഐനൻ ഫീഹാ തുസമ്മാ സൽസബീല എന്ന് പറഞ്ഞില്ലേ? മിൻ ഐനിൻ, ഒരു ഉറവിൽ നിന്നായിരിക്കും, ഫിയാ സ്വർഗത്തിലുള്ള, അതിന് പേര് പറയപ്പെടും സൽസബീല, തുസമ്മാ സൽസബീല, സൽസബീൽ എന്ന് പേര് പറയപ്പെടുന്ന ഉറവിൽ നിന്ന്. കാലപ്പ അയാൾ പറഞ്ഞു പോലും, സദഖ്ത, അവൻ പറഞ്ഞ് സത്യമാണ്. അവരുടെ വേദങ്ങളിലും അങ്ങനെയെല്ലാം ഉണ്ടെന്നായിരിക്കാം ആ പറഞ്ഞതിനർത്ഥം. കാല സെയ്ദ് ഇബ്നു അർഖമ, സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ജാ റജുലുൻ മിനൽ യഹൂദി, ജൂതന്മാരിൽപ്പെട്ട ഒരാൾ, നേരത്തെ പറഞ്ഞ തന്നെ ആയിരിക്കാം, വേറെയും ആകാം, ഒരാൾ വന്നു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വകാല, അയാൾ ചോദിച്ചു, യാ അബൽ ഖാസിം അലസ്ത തസ്അമു അന്ന അഹ്ലൽ ജന്നത്തി യഅകുലൂന ഫിഹാ വയശ്റബൂന, താങ്കൾ വാദിക്കുന്നില്ലേ സ്വർഗവാസികൾ സ്വർഗത്തിൽ തിന്നുകയും കുടിക്കുകയും ചെയ്യുമെന്ന്? ഇത് പറഞ്ഞിട്ട് വക്കാലലി അസ്ഹാബിഹി, അയാളുടെ കൂട്ടുകാരോട് പറഞ്ഞു, ഇൻ അഖറലി ബിഹാ ഖസംതുഹു, എന്നോട് അതിനെ അയാൾ സമ്മതിച്ചാൽ, ആര് നബിതങ്ങൾ, ഞാൻ അയാളോട് തർക്കിക്കും, ഞാൻ തർക്കിക്കാൻ വേണ്ടി അത് ചോദിക്കുന്നത് എന്ന്. ഫക്കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പലാതെ തീറ്റയുണ്ട്, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ രക്ഷിതാവിൻ്റെ, എൻ്റെ നഫ്സി ഏതൊരു അള്ളാഹുവിൻ്റെ കയ്യിലാണോ ആ അള്ളാഹുവിനെ തന്നെ സത്യം, ഇന്ന അഹദക്കും, നിങ്ങൾപ്പെട്ട ഓരോരുത്തരും സ്വർഗവാസികൾ, ലയുഅത്ത, അവർക്ക് നൽകപ്പെടും, ഖുവ്വത്ത മിഅത്തി റജുലിൻ, 100 പിന്നെ റജുലിന്റെ ഖുവ്വത്ത്, ഫിൽ മത്അമി, ഭക്ഷണത്തിലും, വൽ മശ്റബി, പാനീയത്തിലും, വൽ ജിമാഇലും, അവർക്ക് അതിനുള്ള പിന്നെ കെൽപ്പ് നൽകപ്പെടും 100 പേരുടെ. അപ്പൊ യഹൂദി തർക്കിക്കാൻ വേണ്ടി ചോദിച്ചു, ഇന്നല്ലതി യഅകുലു വയസ്ബ, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ, യകൂനു ലഹു ഹാജത്തുൻ, അയാൾക്ക് ആവശ്യം ഉണ്ടാവുമല്ലോ, അഥവാ അയാൾക്ക് പിന്നെ ഇത് വെളിയിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടാവുമല്ലോ, പിന്നെ ഇത് കയറ്റുമതി മാത്രം പോരല്ലോ, ഇറക്കുമതിയും വേണ്ടേ, അങ്ങോട്ട് കയറിയാൽ മാത്രം പോരല്ലോ, ഇറങ്ങണ്ടേ. സ്വർഗത്തിലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ വെളിക്കിറങ്ങേണ്ട ആവശ്യം വരില്ല എന്നാണ് ഈ ചോദ്യം. അപ്പൊ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാജത്തുഹും, അവരുടെ ആ ആവശ്യമെല്ലാം അറക്കുൻ, വേർപ്പായിട്ട് മാറും, യഫീലു മിൻ ജുലൂദിഹിം, അവരുടെ തോലുകളിലൂടെ അത് ഒഴുകിപ്പോവും, മിസ്ലി മിസ്കി, കസ്തൂരി പോലെ ആയിരിക്കും. അപ്പൊ ഇതന്നെ, അപ്പോൾ അൽ ബത്തനു കതുൽ അമീറ, ഒഴിഞ്ഞു, വേർപ്പ് പോയി കഴിയുമ്പോൾ വയറെല്ലാം ഒഴിഞ്ഞു, വേറെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല, കക്കൂസിന്റെ ഒന്നും ആവശ്യമില്ല. ഫഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നക, നിശ്ചയം, ഇബ്നു മസ്ഊദിന് അല്ലാഹു റസൂൽ പറഞ്ഞ, ഇന്നക, നിശ്ചയം, നീ ല തൻദുറു ഇല തൈരി, സ്വർഗത്തിലേക്ക് നീ ഒരു പക്ഷിയിലേക്ക് നോക്കും, ഫിൽ ജന്ന, സ്വർഗത്തില്,
എന്നിട്ട് ഫതസ്തഹി, നീ അതിനെ ആഗ്രഹിക്കും, എനിക്ക് കിട്ടിയാൽ തിന്നാമായിരുന്നു. അത് ആഗ്രഹിക്കുമ്പോൾ തന്നെ ഫയഖിറു ബൈന യദൈക, നിന്റെ മുമ്പിൽ അത് വന്ന് വീഴും. മശ്വിയ, ചൂടപ്പെട്ട നിലയിൽ, പൊരിച്ച് പാചകം ചെയ്ത രീതിയിലായിരിക്കും വന്ന് വീഴുക. അതുപോലെ തന്നെയാണ് കാളയുടെയും കാര്യം. അറക്കും എന്ന് പറഞ്ഞാൽ അതിനെ ഭക്ഷണമായിട്ട് അള്ളാഹു നൽകും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. വകാല ഹുദൈഫത്തുൻ, ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഫിൽ ജന്നത്തി, നിശ്ചയം സ്വർഗത്തിലുണ്ട്, തൈറൻ, പക്ഷികൾ, മിസ്ലൽ ബുഖാത്തി, ഭയങ്കര ഒട്ടകങ്ങളെ പോലുള്ള പക്ഷികളുണ്ട്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നഹാല നാഇമത്തുൻ യാ റസൂലല്ലാഹ്, അത് ഒട്ടകപക്ഷിയാണോ നബിയെ എന്ന് ചോദിച്ചു. അപ്പോ അവിടുന്ന് അരുളി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൻഅമ മിൻഹാ മൻ യഅകുലുഹ, നാഇമത്തിൽ നിന്നുള്ളതാണല്ലോ അൻഅമ എന്നുള്ള പറയുന്ന വാക്ക്. പിന്നെ ഇനി അത് നാഇമത്തിന് ആസ്വാദ്യകരവും അർത്ഥം വയ്ക്കാം. നബിയെ അത് നല്ല ആസ്വാദ്യകരമായിരിക്കുമല്ലോ എന്ന് പറയാം. നാമത്താണ് ഒട്ടകപ്പക്ഷി, ഇത് നാഇമത്താണ്, അതൊരു ആസ്വാദ്യമായിരിക്കുമല്ലോ നബിയെ ആ പക്ഷിയുടെ. അവിടുന്ന് അരുളി അൻഅമ മിൻഹാ മൻ യഅകുലുഹ, തിന്നുന്നവൻ അത് ആസ്വദിക്കും. അന്ത മിമ്മൻ യഅകുലുഹ, നീ അതിനെ തിന്നുന്നവരിൽപ്പെട്ടവനാണ്. യാ അബൂബക്കർ റളിയല്ലാഹു അൻഹു. വഖാല അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫിയ ഖൗലിഹി തആല, അല്ലാഹുവിന്റെ ഈ വാക്കിന്റെ വിഷയത്തിൽ, യുതാഫു അലൈഹിം ബിസിഹാഫിൻ, അവരുടെ കറങ്ങപ്പെടും, കോപ്പകളുമായിട്ട് ചുറ്റപ്പെടും. അവിടുത്തെ ജോലിക്കാർ, സ്വർഗത്തിൽ നമുക്ക് വേണ്ടി സേവനം ചെയ്യുന്ന കുട്ടികൾ, അതിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ അരുളി, യുതാഫു അലൈഹിം ബിസബഈന സഹ്ഫത്തൻ, 70 കോപ്പകളുമായിട്ട് അവരിങ്ങനെ കറങ്ങും. മിൻ ദഹബിൻ, സ്വർണത്തിനാറുള്ള, കുല്ലു സഹ്ഫത്തിൻ ഫീഹാ ലൗനുൻ, ഓരോ കോപ്പയിലും ഓരോ നിറമായിരിക്കും. ലൈസഫിൽ ഉഖ്റ, മറ്റതിലില്ലാത്ത, മിസ്ലുഹു, ഇതുപോലത്തെ നിറം മറ്റതിലുണ്ടാവില്ല. അങ്ങനെ പല കോപ്പകളിൽ പല നിറത്തിലുള്ള പല രുചിയിലുള്ള ഭക്ഷണം അല്ലാഹു തആല സ്വർഗത്തിൽ പാചകം ചെയ്ത് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മളെ അതിൽ രുചിക്കാനും അത് പുജിക്കാനും അത് പാനം ചെയ്യാനും അനുഭവിക്കാനും ആസ്വദിക്കാനും സർവശക്തനായ നാഥൻ സാധുക്കളായ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖാല അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, വമിസാജുഹു മിൻ തസ്നീം, സ്വർഗത്തിലെ പാനീയം തസ്നീമിനാൽ കലർത്തപ്പെട്ടാന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞല്ലോ. അതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു, യുംസഹു ലി അസ്ഹാബിൽ യമീനി, അസ്ഹാബുൽ യമീനിന് ആ പാനീയം തസ്നീം കലർത്തി കൊടുക്കപ്പെടും. വലതുഭാഗക്കാർ അസ്ഹാബുൽ യമീൻ, അസ്ഹാബുൽ യമീൻ എന്ന് പറഞ്ഞില്ലേ. യശ്റബു, അതിനെ കുടിക്കുമ്പോൾ മുഖറബൂന, മുഖറബുകൾ കുടിക്കും. ഉലായിക്കൽ മുഖറബൂനും പറഞ്ഞിട്ടുണ്ടല്ലോ, മുഖറബുകൾ കുടിക്കും. സറിഫൻ, തെളിഞ്ഞ നിലയിൽ, ശുദ്ധമായ രീതിയിൽ, യാതൊരു കലർപ്പുമില്ലാത്ത നിലയിൽ. വഖാല അബൂദർദാ റളിയല്ലാഹു അൻഹു ഫീ ഖൗലിഹി തആല, ഖിതാമുഹു മിസ്ക്, ആ പാനീയത്തിന്റെ അവിടുത്തെ മദ്യം പാത്രത്തിൽ ഒഴിച്ച് അതിന്റെ സീല് കസ്തൂരിയാണെന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞു, അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുവ ശറാബുൻ അബിയദ്, വെളുത്ത ഒരു തരം പാനീയമായിരിക്കും. മിസ്ലൽ ഫിദ്ദത്ത്, വെള്ളി പോലെ വെളുത്തായിരിക്കും. യുഖ്തമൂന ബിഹി, അതുകൊണ്ട് ആഖിറു ശറാബിയും, അവരുടെ പാനീയത്തിന്റെ അവസാനമായി അവർക്ക് നൽകപ്പെടുന്നത് ഇതായിരിക്കും. അവസാനം എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം കുടിക്കുമ്പോഴും അവസാനം നൽകപ്പെടുന്നത് ഇതായിരിക്കും. വക്കാല, അദ്ദേഹം പറഞ്ഞു, ലൗ അന്ന റജുലൻ മിൻ അഹ്ലി ദുനിയ, ദുന്യാവിന്റെ ആൾക്കാർപ്പെട്ട ഏതെങ്കിലും ഒരാള് അദ്ഖല യദഹു ഫീഹി, ആ പാനീയത്തിൽ തന്റെ കൈ ഇട്ടു, സുമ്മ അഖ്റജ, എന്നിട്ട് അയാൾ പുറത്തെടുത്തു, എന്നാൽ ലം യബ്ഖ ദൂ റൂഹിൻ, റൂഹുള്ള ആരും ശേഷിക്കത്തില്ല, ഇല്ലാ വജദ റീഹ തീബിഹ, അതിന്റെ സുഗന്ധം അയാൾ ആസ്വദിച്ചിട്ടല്ലാതെ. ആ കയ്യിലുണ്ടാകുന്നതിന്റെ സുഗന്ധം മുഴുവൻ റൂഹുള്ളവർക്കും ആസ്വദിക്കാൻ കഴിയും. അത്രയും സുഗന്ധമുള്ളതാണ് ആ പാനീയമെന്ന് മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ മഹത്തായ റിള നൽകി അനുഗ്രഹിക്കട്ടെ. കാമിലായ ഈമാനും സഹീഹായ യഖീനും സലീമായ ഖൽബ് നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈമാൻ തെറ്റിപ്പോകാണ്ട് അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനശ് ശക്കി വശിർക്കി വശിഖാഖി വന്നിഫാഖി വസൂഇൽ അഖ്ലാഖി വസൂഇൽ ഖാതിമ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ കുഫ്രി വൽഫാഖത്തി വഅദാബിൽ ഖബ്രി വഅദാബിൻ നാർ. പടച്ചോൻ നമുക്ക് എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കട്ടെ, തിന്മകളിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.